ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വഴുതനങ്ങ കൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയ 3 വഴുതനങ്ങയാണ് കേട്ടോ എടുത്തേണേ. കഴുകി കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇനി ഇത് വലിയ നീളമുള്ള വഴുതനങ്ങയാണെങ്കിൽ അതുപോലെ 2 കഷ്ണാക്കിയിട്ട് കനം കുറച്ച് ഒന്ന് നീളത്തിൽ കീറിയെടുക്കണം കേട്ടോ, അരിഞ്ഞെടുക്കണം. ഇതേപോലെ നന്നായി കനം കുറച്ച് കീറുക കേട്ടോ. ഇത് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ അതാ കീറി കൊണ്ടുവച്ചേക്കണതാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തേണേ. മുട്ട പൊട്ടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 വലിയ ടീസ്പൂൺ കടലമാവാണ് കേട്ടോ എടുത്തേണേ, കടലപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ അത് 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഈ പൊടികളെല്ലാം നമുക്ക് ഈ മുട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എല്ലാ പൊടികളും ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ഇങ്ങനെ മിക്സ് ആവാണ്ട് ഇങ്ങനെ കിടക്കും. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി ഉടച്ച് നന്നായി മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ. ടീസ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയാൽ ശരിയാവില്ല. അപ്പോൾ പോരായ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കണം കേട്ടോ. അപ്പോൾ ഇതേ പരുവായിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് കട്ടിയിലെടുക്കണം. എന്നിട്ട് അരിഞ്ഞ് വെച്ചേണം വഴുതനങ്ങയൊക്കെ അതിൽ ഒന്ന് എടുത്ത് പുരട്ടി നമുക്ക് പാത്രത്തിൽ വെക്കാം കേട്ടോ. ലൂസാവരുത് കേട്ടോ മാവ് കുഴയ്ക്കണത്. നന്നായിട്ട് കട്ടിയിൽ തന്നെ ഇരിക്കണം. അതേപോലെ എല്ലാം അങ്ങനെ പുരട്ടി എടുത്ത് വെക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റ് നേരം അതവിടെ മസാല പുരട്ടി അങ്ങനെ വെക്കണം കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഷ്ടി 20 മിനിറ്റോളം ഞാൻ വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഗ്യാസും ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കത് വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൽ നിറയെ ഇട്ട് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. തിരിച്ചും മറച്ചൊക്കെ ഇട്ട് ബ്രൗൺ നിറമായി വരണ പോലെ നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. കരിയാതെ നോക്കണം. ഇടയ്ക്ക് മറച്ചിടുക. 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. നന്നായി കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാൻ തോന്നുന്നത്. ചോറിൻ്റെ ഒപ്പം ആയാലും കുഴപ്പമില്ല, ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. ചില ആൾക്കാർക്ക് വഴുതനങ്ങ കൂട്ടാലിട്ടാലോ അല്ലെങ്കിൽ ഉപ്പേരി വെച്ചാലോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോന്നുണ്ടാക്കുക. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ 2 ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വാങ്ങിയെടുക്കാം കേട്ടോ.
അപ്പോൾ അതാ വഴുതനങ്ങ മുട്ട റോസ്റ്റ് റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.